അവൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്നും പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് മരിച്ചടക്കപ്പെട്ട് പാതാളങ്ങളിലിറങ്ങി മൂന്നാം നാൾ പുനരുദ്ധാനം ചെയ്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി. അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വേണ്ടി വീണ്ടും വരും എന്നാണ് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. അതിപ്പോൾ പെന്തക്കോസ്ത വിഭാഗമായിക്കോട്ടെ, കത്തോലിക്കരായിക്കോട്ടെ, സുറിയാനി, നിങ്ങൾ കാണുന്ന സീറോ മലബാർ, എല്ലാ ക്രിസ്തീയ വിഭാഗത്തും ഇതില്ലാതെ ക്രിസ്തീയ വിഭാഗത്തിന് മുന്നോട്ട് പോകാൻ പറ്റില്ല. അതിലേക്ക് ഇത്തിരി വെള്ളം ചേർക്കാനോ അതിൻ്റെ എന്തെങ്കിലും വാക്കെടുത്ത് മാറ്റാനോ ഒന്നും സാധിക്കുന്ന ഒരു നിലയിലല്ല ആ വിശ്വാസമുള്ളത്. ഈ അടുത്ത കാലത്തായിട്ട് പലരും ഇത്തിരി എന്തെങ്കിലും മാറ്റാൻ പറ്റുമോ, ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് പറ്റുമോ എന്ന് വരുന്ന പ്രവാചകന്മാരെ പോലും നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനൊരു ഉദാഹരണമാണ്, നിങ്ങൾക്ക് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്, അതായത് ആ കുരിശുമരണവും പുനരുദ്ധാനവും മാറ്റാണെങ്കിൽ നമ്മളും നിങ്ങളും ക്രിസ്ത്യാനികളും ഒരുമിച്ചാണ്, പിന്നെ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. അതായത് ജസ്റ്റ് ഈ ക്രിസ്ത്യാനികൾ ഇത് മാറ്റിയാൽ മതി. ഈ കുരിശിൽ മരിച്ച് തറയ്ക്കപ്പെട്ട് മരിച്ചു, മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു, അതൊന്ന് മാറ്റിക്കിട്ടണം എന്നുള്ളതാണ് ഈ പ്രവാചകരുടെ ആവശ്യം. അപ്പോൾ ക്രിസ്ത്യാനികൾ വായിക്കേണ്ടത് മത്തായിയുടെ സുവിശേഷം 24:11, മാത്യു 24:11 വായിച്ചാൽ മതിയാകും നിങ്ങൾ. പിന്നെ ഇതിൻ്റെ ബേസിസ് ആയിട്ട് ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ജൂതൻ, ക്രിസ്ത്യാനി, ഇസ്ലാം വിശ്വസിക്കുന്നത് അബ്രാഹം തൊട്ട് ആദം ഹവ തൊട്ട് അബ്രാഹം തൊട്ട് മോശ ഇങ്ങോട്ട് താഴോട്ട് വിശ്വസിക്കുന്നത് ഏകദേശം ഒരു രൂപത്തിൽ ഒരേ വിശ്വാസത്തിലാണ്. അത് തോറയും ഖുറാനും ബൈബിളിലെ പഴയ നിയമവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു വിശ്വാസ പ്രമാണം. അതിൽ ജൂതൻ പറയുന്നത് ഈ രക്ഷകൻ വന്നിരിക്കുന്നത് വെറുമൊരു കാർപ്പൻ്ററാണ്, അദ്ദേഹം ഒരു മരപ്പണിക്കാരനാണ്, അദ്ദേഹത്തിന് അതിലും മേലെ ഒരു വാല്യൂ ജൂതവിശ്വാസം യഹൂദർ നൽകുന്നില്ല. അവരുടെ യഹൂദ സമുദായത്തിൽ തന്നെ ജനിച്ചതാണ് യേശു ക്രിസ്തു, എന്നാലും അവിടെ അദ്ദേഹത്തിന് ഒരു സ്ഥാനമില്ല. എന്നാൽ ഇസ്ലാം വിശ്വാസം എന്ന് പറയുന്നത് അദ്ദേഹം പരിശുദ്ധാത്മാവിനാൽ കന്യകയിൽ നിന്ന് ജനിച്ചു എന്നൊക്കെ വിശ്വസിക്കുന്നു, വീണ്ടും വരുമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഈ പ്രതിപാദിക്കുന്ന വിഷയം എന്ന് പറഞ്ഞത് ഇസ്ലാമിക വിശ്വാസമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പം അവർക്ക് വേണ്ടത്, ഇസ്ലാമിക വിശ്വാസത്തിന് വേണ്ടത്, അവൻ കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിക്കുകയും മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തില്ല എന്ന് ക്രിസ്ത്യാനികളും കൂടി വിശ്വസിച്ചാൽ അവരും ക്രിസ്ത്യാനികളും ഒന്നായിട്ട് പോകാൻ തയ്യാറാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളുടെ കുറേ പ്രവാചകന്മാർ, കുറേ പഠനങ്ങൾ കേരളത്തിൽ, പ്രത്യേകിച്ച് കേരളമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ ലോകത്താകമാനം ആഗോള തലത്തിലും ഇങ്ങനെയുള്ള പ്രവാചകന്മാർ വന്നിട്ടുണ്ടെങ്കിലും പ്രത്യേകിച്ച് കേരളത്തിൽ പല സ്നേഹസംവാദം, ആശയവിനിമയങ്ങൾ പണ്ഡിതർ, മതപണ്ഡിതർ തമ്മിൽ നടന്നിരുന്നു. അപ്പം എം അക്ബർ അല്ലെങ്കിൽ മുജാഹിദ് ബാലുശ്ശേരി, മുഹമ്മദ് ഈസ പോലെയുള്ള പ്രവാചകന്മാർ കേരളത്തിൽ മലയാളത്തിൽ നിന്നും പ്രവചിക്കുന്നതിന് വേണ്ടി വന്നിരുന്നു. അപ്പം ഈ എം അക്ബർ കുറച്ച് കത്തോലിക്ക വൈദികരൊക്കെ കൂട്ടി കൊണ്ടുവന്നിട്ട് അവർക്ക് വേണ്ട ആവശ്യം എന്ന് പറയുന്നത്, നിങ്ങൾ കുരിശുമരണവും പുനരുദ്ധാനവും ഒന്ന് ഉപേക്ഷിച്ച് കിട്ടിയാൽ ഞങ്ങളുടെ പോലെയാവും, അപ്പം അതുപോലെ മുന്നോട്ട് പോകാം എന്നാണ്. അപ്പം അവർ പേരും മാറ്റണം, ഈസാ നബി. പല സാഹചര്യങ്ങളിലും അങ്ങനെ കത്തോലിക്ക വിഭാഗത്തിൽ പുരോഹിതരെ കൊണ്ടുവന്ന് അവർ ഇങ്ങനെ സ്നേഹ സംവാദങ്ങളൊക്കെ നടത്തിയിരുന്ന കാലഘട്ടത്തിലാണ് പെന്തക്കോസ്ത വിഭാഗത്തിൽ കുറച്ച് പാസ്റ്റർമാർ വന്നിട്ട് ഖുറാൻ പഠിക്കുകയുണ്ടായി. ആ ഖുറാൻ പഠിച്ചതിന് ശേഷം അവർ പറഞ്ഞു, നമുക്ക് എം അക്ബറായിട്ട് സംവാദം നടത്താം, ബാലുശ്ശേരി മുജാഹിദാണോ മുഹമ്മദ് ഈസയാണോ ഇവരായിട്ട് സംവാദം നടത്താൻ തയ്യാറാണെന്ന് പറഞ്ഞു. അങ്ങനെയുള്ള കൂട്ടത്തിൽ പ്രമുഖരാണ് സെബാസ്റ്റ്യൻ പുന്നക്കൽ, പിന്നെ അനിൽ കൊടിത്തോട്ടം, അങ്ങനെ കുറച്ച് ഈ ജെറി പാസ്റ്റർ എന്നൊക്കെ പറഞ്ഞ് കുറേ അധികം ആൾക്കാർ ഖുറാന്, ആയത്തുകൾ, ഹദീസൊക്കെ പഠിച്ചിരിപ്പുണ്ട്. അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോൾ എം അക്ബർ ഓടിപ്പോകുന്ന ഒരു സാഹചര്യം, അതിലേക്ക് ചർച്ചകൾക്കില്ല. കാരണം നിർത്തി, സ്നേഹസംവാദം നിർത്തുന്നു, നീച്ച് ഓഫ് ട്രൂത്ത് എന്ന് പറഞ്ഞ സ്ഥാപനം അടച്ചുപൂട്ടി പോകുന്നു. ഇത് ഇസ്ലാമിക സഹോദരങ്ങളെ കൂടുതൽ എക്സ് മുസ്ലിംസിനെ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ വഴുതി തീർന്നിരിക്കുകയാണ്. വീണ്ടും നമ്മൾ ഇതിൻ്റെ ഈസാ നബിയുടെയും യേശു ക്രിസ്തുവിൻ്റെയും അസ്തിത്വത്തിലേക്ക് വരുമ്പോൾ ക്രിസ്തീയ വിശ്വാസത്തിന് കുരിശുമരണവും പുനരുദ്ധാനവും ഇല്ലാതെ ഒരു വിശ്വാസം എടുക്കാൻ പറ്റില്ല. അത് ഈ ദൂത് ക ദൂത് പാനി ക പാനി എന്ന് വടക്കേ ഇന്ത്യയിലെ സഹോദരങ്ങൾ പറയണം. ദൂതും
പാലിൽ വെള്ളം ചേർക്കാൻ പറ്റില്ല. കാരണം ദൂത് കാ ദൂത് പാനി കാ പാനിയാണ് ആ പരിപാടി. അപ്പൊ ഈ ക്രിസ്മസ് അടുത്തു വരുന്ന വേളയിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഒരുമിച്ച് സഹകരിച്ച് പൊക്കൂടെ? ഇത് സ്നേഹമല്ലേ, മതേതരത്വമായിട്ട് കണക്കൂട്ടി നമുക്ക് ഒരുമിച്ച് നിങ്ങളും കൂടി ഇങ്ങനെ വിശ്വസിക്കുന്നൊക്കെ പറഞ്ഞു വരുന്ന ഞാൻ ഈ മത്തായിയുടെ സുവിശേഷം 24:11 വരുന്ന കുറെ ആൾക്കാരെ ഇപ്പൊ പ്രത്യക്ഷപ്പെട്ടത് കൊണ്ടാണ് എനിക്കിതിനെപ്പറ്റി ഇങ്ങനൊരു വീഡിയോ ചെയ്യേണ്ടി വന്നത്. ഇതിന്റെ വാസ്തവം എന്ന് പറഞ്ഞത്, ഇത് പച്ചയായിട്ട് തുറന്നു പറയുമ്പോൾ, അതായത് മതഗ്രന്ഥങ്ങളിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ പച്ചയായിട്ട് തുറന്നു പറയുമ്പോൾ നമ്മളൊരു വർഗീയവാദിയാവും. ആ ഒരു രീതിയിലേക്ക് നമ്മൾ ആവണം. അപ്പം ഞാൻ പലപ്പോഴും പല വീഡിയോയിലും പറയേണ്ടത്, എന്നെ ഒരു വർഗീയവാദിയായിട്ട് കാണാനാണ് ഞാനിപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇഷ്ടപ്പെടുന്നത്. ഞാനൊരു വർഗീയവാദിയാണ്, പക്ക വർഗീയവാദി, നല്ല ഉഷ്റുള്ള ഒരു വർഗീയവാദിയാണ് ഞാൻ. കാരണം ഈ മതഗ്രന്ഥങ്ങൾ മാറ്റിവെച്ച് എനിക്ക് ഈ കുരിശുമരണവും പുനരുദ്ധാനവും മാറ്റിവെച്ചിട്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റിന് ഞാൻ തയ്യാറല്ലാത്തത് കൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. അപ്പോൾ ഈ ഒപ്പം തന്നെ നമ്മൾ കണക്കിലെടുക്കേണ്ടത്, പലപ്പോഴും ഈ വിശ്വാസ പ്രമാണങ്ങളുമായിട്ട് സ്നേഹത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയും മതസൗഹാർദ്ദവും അതും ഇതുമായിട്ട് നമുക്കൊരിക്കലും ഈ ഒരു മതഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ചിരിക്കുന്ന തത്വശാസ്ത്രവുമായിട്ട് കൂട്ടി ഇത് ചെയ്ത് മിക്സ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നില്ല. ഇനി നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തേക്ക് വരുമ്പോൾ ഇതിനു വേണ്ടിയിട്ട് വാദിക്കുന്ന ഒരു വലിയൊരു വിഭാഗം ജനങ്ങൾ ഇത് എങ്ങനെയെങ്കിലും ഇതിനെ തച്ചുടയ്ക്കുന്ന രീതിയിൽ, ഈ വിശ്വാസ പ്രമാണങ്ങളെ, ക്രിസ്തീയ വിശ്വാസ പ്രമാണങ്ങളെ തച്ചുടയ്ക്കുന്ന രീതിയിൽ ഇവർക്ക് പിന്തുണയുമായിട്ട് വരുന്നതും കാണാം. പ്രത്യേകിച്ച് ഇസ്ലാം എന്ന വിഭാഗം ഒരു ഇരയായിട്ട് കാണിച്ച് അതിനെ പ്രോത്സാഹിപ്പിക്കുകയും മറ്റു വിഭാഗത്തെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രവണതയാണ് ഇന്ന് കേരളത്തിൽ വളരെ സംഘടിതമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തിനേറെ പറയുന്നു, ക്രിസ്തീയ വിഭാഗത്തിൽ പെട്ട സഹോദരങ്ങൾ പോലും ഈ കെണിയിൽ പെട്ടിട്ട് അവർക്ക് ഇതിൽ നിന്നും പുറത്തു വരാൻ സാധിക്കുന്നില്ല. കാരണം നമ്മുടെ ആ ഒരു സോഷ്യൽ ടെക്സ്ചർ, ആ ഒരു സോഷ്യൽ ഫാബ്രിക് ഉണ്ട് കേരളത്തിൻ്റെ, അതിൽ മതേതരത്വം എന്നൊക്കെ പറഞ്ഞ് ഇത്ര നാളും തെറ്റിദ്ധരിക്കപ്പെടുകയും അതിന് ആവശ്യത്തിലേറെ അടി കിട്ടിയ ഒരു സമുദായമാണ് ക്രിസ്തീയ വിഭാഗം, പ്രത്യേകിച്ച് കത്തോലിക്ക വിഭാഗം. അത് പല സാഹചര്യത്തിൽ നമ്മൾ കണ്ടതാണ്. അപ്പം ഈ ക്രിസ്മസ് വരുന്ന ഒരു സാഹചര്യത്തിൽ പല സഹോദരങ്ങളും എന്നോട് ഇതിനെപ്പറ്റിയൊരു പല മെസ്സേജുകളും സന്ദേശങ്ങളും ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ അതിനെ വീണ്ടും ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അതായത് ക്രിസ്തീയ വിശ്വാസം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു തരം നെഗോഷിയേഷന് തയ്യാറുള്ളവർക്ക് വേണമെങ്കിൽ ഇസ്ലാമിൽ ചേരുന്നത് കൊണ്ട് യാതൊരു കുഴപ്പമില്ല. അതാണ് നിങ്ങളുടെ വിശ്വാസം, അതായത് യേശു ക്രിസ്തു കുരിശിൽ തറയ്ക്കപ്പെട്ടിട്ടില്ല, പുനരുദ്ധാനം ചെയ്തിട്ടില്ല എന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ. ജനാധിപത്യമായ രാജ്യമായ ഇന്ത്യയിൽ ഇത് ഈ 1400 വർഷം മുമ്പ് നമ്മുടെ നബി സ്ഥാപിച്ച തല്ലിയേൽപ്പിക്കുന്ന ഒരു മതമല്ല. നിങ്ങൾക്ക് ഇസ്ലാമായിട്ട് മാറാനായിട്ടുള്ള സാഹചര്യമുണ്ട്. പക്ഷേ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഒരു വിഷയം മാറ്റിവെക്കണം, അത്ര മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ അവർ പറയുന്ന രീതിയിൽ പോകണമെങ്കിൽ പോകാം എന്നുള്ളതാണ് ഞാൻ ഈ ഇതിൽ പറയുന്നത്. ഇതുപോലെ തന്നെ ഒരു പ്രവാചകൻ, 14 നൂറ്റാണ്ട് മുമ്പ് വന്ന പ്രവാചകൻ, ഞാൻ അവരെ ആരെയും അധിക്ഷേപിക്കുന്നതിന് വേണ്ടിയല്ല ഞാൻ ഈ ചെയ്യുന്നത്, വീണ്ടും പറയുന്നു, ആർക്ക് വേണമെങ്കിലും അതിൽ വിശ്വസിക്കാം. അദ്ദേഹം വന്നിട്ട് പറഞ്ഞ കഥ മുഴുവനും ഈസാ നബി എന്ന് പറഞ്ഞത് യേശു ക്രിസ്തുവായിട്ട് സാമ്യമുള്ള മൂസ നബി, മോശ, അബ്രാഹം, ഇബ്രാഹിം അല്ലെങ്കിൽ ആദം നബി, ഇതൊക്കെ സാമ്യങ്ങളുണ്ട്. ഇതുപോലെ തന്നെ മറ്റൊരു വിഭാഗം കൂടി ഭൂമിയിൽ ഒരു 250 വർഷങ്ങൾക്ക് മുമ്പ് വന്നു. ഞാൻ ഇതുമായിട്ട് അടുത്ത് പ്രവർത്തിച്ച ഒരു ഇതാണ്. ആ ഒരു വിഭാഗത്തിൻ്റെ പേര് ആണ് മോർമണിസം. അതിനെ വേറൊരു പേരിൽ അറിയപ്പെടുന്നത് ചർച്ച് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ലേറ്റർ ഡേ സെയിൻസ്. അപ്പോൾ ജോസഫ് സ്മിത്ത് എന്ന് പറഞ്ഞ ഒരാൾ ഏകദേശം ഒരു 250 വർഷങ്ങൾക്ക് മുമ്പാണ് ഇങ്ങനൊരു മതം സ്ഥാപിക്കുന്നത്. അദ്ദേഹം അന്നാളിൽ ജീവിച്ചിരുന്ന അപ്സ്റ്റേറ്റ് ന്യൂയോർക്ക്, അതായത് ന്യൂയോർക്ക് സിറ്റിയിൽ നിന്നും വടക്കോട്ട് ഒരു 3-4 മണിക്കൂർ വടക്കോട്ട് പോകണം, ന്യൂയോർക്ക് സംസ്ഥാനത്ത് തന്നെ. ആ ഒരു പ്രദേശത്ത് ഞാനൊരു 4-5 വർഷം ജീവിച്ചിട്ടുണ്ട്.
അപ്പോൾ ഈ ജോസഫ് സ്മിത്ത് എന്ന് പറഞ്ഞ വ്യക്തിയുടെ വിശ്വാസം എന്ന് പറയുന്നത്, അദ്ദേഹം ഒരു ദിവസം പുറത്തേക്ക് പോയി കഴിഞ്ഞപ്പോൾ അദ്ദേഹം ത്തിന് ഒരു പുസ്തകം കിട്ടാണ്. കാടിൻ്റെ മലകൾക്ക് വുഡ്സ് ഇൻ ബിറ്റ്വീൻ ദ വുഡ്സ് ഒരു പുസ്തകം കിട്ടിയെന്നാണ് പറയുന്നത്. ആ പുസ്തകത്തിൽ പ്രകാരം യേശു ക്രിസ്തു മരിച്ചു, പുനരുദ്ധാനം ചെയ്തു, ഒക്കെ ക്രിസ്തീയ വിശ്വാസം തന്നെ. അത് കഴിഞ്ഞിട്ടുള്ള ഭാഗമാണ് നമ്മളെല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്നത്. അദ്ദേഹത്തിൻ്റെ വിശ്വാസപ്രകാരം, അതായത് മോർമൺ ചർച്ച് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ലേറ്റർ ഡേ സെയിൻസ്, ആ വിശ്വാസപ്രകാരം യേശു ക്രിസ്തു പുനരുദ്ധാനം ചെയ്തതിന് ശേഷം അമേരിക്കയിൽ വന്നു അത്രേ. അമേരിക്കയിൽ വന്ന് ഇവിടെയൊക്കെ ഒരു ഗോത്രങ്ങളും വിഭാഗങ്ങളും ഒക്കെ ഉണ്ടാക്കി എന്നാണ്. അപ്പൊ ഇതിൻ്റെ ഒരു പഠനം എന്ന ഇതിൻ്റെ ഈ മതപണ്ഡിതന്മാര് അതല്ലെങ്കിൽ ഇവിടെ യൂട്ട എന്ന് പറഞ്ഞ സ്ഥലം, സോൾട്ട് ലേക്ക് സിറ്റി, യൂട്ട, അവിടെയാണ് ഇവരുടെയും പണവും പ്രതാപമൊക്കെ വലുതാണ്. ഇവരുടെ ടെമ്പിൾസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ കത്തിപ്പടരാണ്. ഇപ്പൊ ഇസ്ലാം കത്തിപ്പടരുന്നതിന് തുല്യമായിട്ട് ആണ് ഈ മോർമൺ ചർച്ച് ലോകത്തെങ്ങും കത്തിപ്പടരും. ഇന്ത്യയിൽ ബാംഗ്ലൂർ വലിയൊരു ആസ്ഥാനം അവർ തുടങ്ങുന്നുണ്ട്. പിന്നെ ഇവരുടെ പണം ഈ 10% വെച്ച് എല്ലാ വിശ്വാസിയും കൊടുക്കണം. അപ്പൊ വലിയ വലിയ ഗ്രൂപ്പുകൾ പോലും ഉണ്ട് ഇവരുടെ ഇതിൽ. അപ്പൊ പണം കൊണ്ട് ഇവര് വളരെയധികം ഇവര് ഈ എന്താ പറയാ മിഷനറീസ് ഉണ്ട്. ഇവര് വീടുകളിൽ വന്ന് നമ്മളോട് പ്രവചിക്കും. അപ്പൊ ഇവര് പറയുന്ന വിശ്വാസം, അമേരിക്കയിൽ യേശുക്രിസ്തു പുനരുദ്ധാനത്തിന് ശേഷം ഇവിടെ വന്നു, ഇവിടെ അദ്ദേഹത്തിന്റെ ജീവിതം മുഴുവനും പിന്നീട് ഇവിടെയായിരുന്നു എന്നാണ് അവരുടെ വിശ്വാസം. അപ്പൊ ഞാൻ ഈ മിഷനറിമാരായിട്ട് വന്ന മതപണ്ഡിതന്മാരോട് ഞാൻ ചോദിച്ചു, ബുക്ക് ഓഫ് മോർമൺ ഉണ്ട് അവരുടെ. ആ ബുക്ക് ഓഫ് മോർമൺ ബൈബിളുമായിട്ട് മാറ്റപ്പെട്ട് വേറൊരു രീതിയിലാണ് അതിൻ്റെ വിശ്വാസം പോകുന്നത്. അപ്പം ഞാൻ ചോദിച്ചു, 2000 വർഷം പഴക്കമുള്ളൂ, നമുക്ക് 2000 വർഷം പഴക്കമുള്ള ജെറുസലത്തിലും ഈജിപ്തിലും ജെറുസലേമിലും ജോർദാൻ നദികരയിലൊക്കെ പോയാൽ അതിൻ്റെ അവശിഷ്ടങ്ങളും എല്ലാം കാണാം. അപ്പൊ ഈ 2000 വർഷം മുമ്പ് അമേരിക്കയിൽ യേശുക്രിസ്തു പുനരുദ്ധാനത്തിന് ശേഷം വന്നിരുന്നുവെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും ഭാഗങ്ങൾ നമുക്ക് കാണിക്കാൻ പറ്റുമോ? ഒരു ചരിത്രപരമായിട്ടുള്ള ഒരു ഇതുപോലും 2000 വർഷം അത്ര പഴക്കമൊന്നുമില്ല. നമ്മുടെ ചിന്തയിൽ വലിയൊരു ചരിത്രമായിട്ട് തോന്നുമെങ്കിലും 2000 വർഷത്തെ എന്തെങ്കിലും ഒരു കെട്ടിടങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കേണ്ടതാണ്. അതിൻ്റെ ചരിത്രപരമായിട്ടുള്ള പുരാവസ്തുക്കളോ എന്തെങ്കിലുമൊക്കെ ഒന്നും തന്നെ ഇവിടെ കാണുന്നില്ല എന്ന് വാദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പിന്നീട് പറയുന്നു മെക്സിക്കോയിൽ കാണും, അവിടെ കാണും, ഇവിടെ കാണും എന്നൊക്കെയാണ് അവർ പറയുന്നത്. അപ്പൊ ഈ രണ്ട് വിശ്വാസങ്ങൾ, അതായത് പ്രവാചകന്മാര്, ഒന്ന് മുഹമ്മദ് നബി, രണ്ട് ഈ ജോസഫ് സ്മിത്ത് എന്ന് പറഞ്ഞ വ്യക്തി, അവർ വന്ന് അവരുടേതായ കാലഘട്ടങ്ങളിൽ മറ്റൊരു വിശ്വാസ പ്രമാണത്തെ അതിൻ്റെ യേശുക്രിസ്തുവിന്റെ കഥയിലൂടെ തന്നെ വേറൊരു കഥ ഉണ്ടാക്കി കൊണ്ടുവന്നത് പോലെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. അപ്പൊ ഈ ക്രിസ്മസ് ഒക്കെ അടുത്ത് വരുന്ന സാഹചര്യങ്ങളിൽ നിങ്ങൾ ഏത് വിശ്വാസത്തിന്റെ കൂടെയാണ് എന്നുള്ളത് നിങ്ങൾ തന്നെ അരക്കെട്ടി ഉറപ്പിക്കണമെന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നതിനും മറ്റുമാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്.